എത്രയാ? 50. ആ ശരി. ഗൗതം, വൈകുമെന്ന് പറയാനായിട്ട് ഞാൻ എത്ര തവണ വിളിച്ചു, ഫോണൊന്നും എടുക്കായിരുന്നില്ല. ഒരു കുട്ടിയും കൊണ്ടേ ആശുപത്രിയിൽ പോകേണ്ടി വന്നു, അതാ വൈകിയത്. വിശപ്പായോ ഗൗതമിന്? വന്നിട്ട് കുക്ക് ചെയ്താൽ ലേറ്റ് ആവുമെന്ന് കരുതി ഞാൻ പാഴ്സൽ വാങ്ങിയിട്ടാ വന്നത്. വാ, നമുക്ക് കഴിക്കാം. വൈകിയതിന്റെ ദേഷ്യമാണേ കാണിക്കുന്നത്? അത് പറയാനായിട്ട് ഞാൻ വിളിച്ചതല്ലേ. അയ്യോ, വിളിച്ചു പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിധി ടീച്ചർക്ക് സ്കൂളിൽ ഒരു 100 കൂട്ടം പണിയുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിധി ടീച്ചർ എന്ന് പറഞ്ഞ ആരാ? എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് അറിയോ? ബാത്റൂം ക്ലീൻ ചെയ്യണം, നിലം തുടയ്ക്കണം, ഡെസ്ക് തുടയ്ക്കണം, കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കണം, അവരുടെ പാത്രം കഴുകണം, പിന്നെന്താ പഠിപ്പിക്കൽ പണി മാത്രം ടീച്ചർക്കില്ല അല്ലേ? എനിക്ക് 3 നേരം ഭക്ഷണം തരാനായി ടീച്ചർ വേറെന്തെങ്കിലും പണിയെടുക്കുന്നുണ്ടോ സ്കൂളില്? സമയമുണ്ടെങ്കിൽ ആ വാച്ചർ പണി കൂടെ ഏറ്റെടുക്കായിരുന്നില്ലേ? ഗൗതം പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഗൗതം, ഗൗതം നിക്ക്. ഗൗതം, ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. സോറി ഗൗതം, എന്നോട് ക്ഷമിക്ക്. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. മതി, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഒരിക്കൽ നീ എന്നോട് സത്യം മറച്ചു വെച്ചു. നുണ പറഞ്ഞില്ല എന്ന് മാത്രം. അതെന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സത്യമായിരുന്നു. ഞാൻ അനാഥനാണെന്നുള്ള സത്യം. ഇപ്പോ വീണ്ടും നീ അത് ആവർത്തിച്ചു. ഒരു കള്ളം തന്നെ എന്നോട് പറഞ്ഞു നീ. ടീച്ചർ ജോലിയാണ് നോക്കുന്നെന്നുള്ള കള്ളം.